പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഫി കൊല്ലം. ഇപ്പോൾ ഖത്തറിലാണുള്ളത്. സ്നേഹവീട് എന്ന സൗഹൃദ കൂട്ടായ്മയിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഖത്തർ ചാപ്റ്ററിൻ്റെ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് സങ്കടകരമായ ഒരു വാർത്ത കൂടെ കുറച്ച് നേരത്തെ കിട്ടി. എൻ്റെ തങ്ങളുടെ ഭർത്താവിൻ്റെ ഉപ്പ, ഞങ്ങളുടെ കുടുംബത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി അബ്ദുള്ള എന്ന് പറയുന്നവർ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലായിരുന്നു. കുറച്ച് നേരത്തെ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ദുആ ചെയ്യുക. അതുപോലെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ അത് നിർവഹിക്കുക. ഇനി സ്നേഹവീടിനെ കുറിച്ച് ഒരു ചുരുക്കാവശ്യം. സ്നേഹവീട് എന്ന വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് സമൂഹത്തിലെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങാവാൻ ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ, ഞങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും മാസം തോറും സ്വരൂപിച്ച് കേരളത്തിലെ ഓരോ ജില്ലകൾക്കായി ഓരോ മാസത്തെ പരിസംഖ്യകൾ ഒരു 10 പേരോളം വരുന്ന ജില്ലയുടെ 10 ഏരിയകളിൽ നിന്ന് നിലവിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ കെയർ ഓഫിൽ ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അത്തരം ആളുകളിലേക്ക് വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കൂടാതെ 3 മാസത്തിലൊരിക്കൽ വരുന്ന ഫണ്ട്, 4-ാമത്തെ മാസം വരുന്ന ഫണ്ട് വിദേശത്ത് ജോലിക്ക് വന്ന് ബുദ്ധിമുട്ടിപ്പോയ പ്രവാസികളായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തികച്ചും വ്യത്യസ്തമായ എന്നാൽ വളരെ ഉപകാരപ്രദമായ ഒരു പുതിയ കണ്ടെത്തലാണ്. നാട്ടിൽ നിന്നുള്ള ഫണ്ട് 14 ജില്ലയിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ സ്വരൂപിച്ച ഫണ്ട്, GCCയിലെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് GCCയിൽ വന്നിട്ടുള്ള സാധാരണ പ്രവാസികൾ ഇവിടെ വന്ന് അധ്വാനിച്ചിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി അവരെ ഇവിടെ കുടുങ്ങിപ്പോയവരെ സഹായിക്കാൻ വേണ്ടി നാട്ടിലുള്ള ഫണ്ട് കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് സ്നേഹവീട് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഗ്രൂപ്പിലും 10 അഡ്മിന്മാരാണ്, ക്യാപ്റ്റൻസ് എന്ന പോലെ. അവർക്ക് പരിചയമുള്ള ഇതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മുമ്പേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഹജീവി സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ സന്മനസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മനിരതരായ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ഈ അഡ്മിന്മാർക്ക് പരിചയമുള്ള, ഏറ്റവും അടുത്ത് പരിചയമുള്ള 9ഓളം പേരെ, മാക്സിമം 9 പേരെ ഇതിനകത്ത് ഗ്രൂപ്പിലേക്ക് ചേർക്കുക. അങ്ങനെ മാക്സിമം ഒരു ഗ്രൂപ്പിൽ 100 പേര്. അപ്പോൾ നിങ്ങൾക്കിതിൽ കൈകോർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹവീടിൻ്റെ പേരിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള സൈറ്റുകളിൽ അതത് ഗ്രൂപ്പുകളിലെ അഡ്മിന്മാരുടെ നമ്പറുകളും മറ്റു വിവരങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെടുക. ഏതായാലും ഖത്തറിൽ ഈ ഒരു സൽപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ നല്ല മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം. അതുപോലെ മറ്റ് ലോകത്തെല്ലായിടത്തും സ്നേഹവീട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അതിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ തങ്ങളുടെ ഒരു പങ്ക് ഏതെങ്കിലും വേദനിക്കുന്നവരിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ എനിക്കും വേണ്ടി, ഞാനും ഇതിലൊരു മെമ്പറാണ്. എന്നാലാവുന്ന വിധം ഞാൻ എൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി മാക്സിമം പ്രവർത്തിക്കും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എൻ്റെ മെമ്പേഴ്സിനെല്ലാം. പിന്നെ ഓരോ ഗ്രൂപ്പിൻ്റെയും ഫണ്ട് കൈമാറുമ്പോൾ അതത് ഗ്രൂപ്പിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതും അത് വിനിയോഗിക്കുന്നതും ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരും മെമ്പേഴ്സും കൂടെ തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായ ആളുകളായിരിക്കും. ഓരോ ജില്ലയ്ക്ക് വേണ്ടിയും GCC കൺട്രിക്ക് വേണ്ടിയൊക്കെ ഈ തുക ചെലവഴിക്കുന്ന ആ സദസ്സിൽ അവർ നേരിട്ട് തന്നെയാണ് വന്നിട്ട് അത് വിനിയോഗിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഉദാഹരണത്തിന് എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ
ഫണ്ട് റൈസിങ് നടത്തി ഞാൻ വിതരണം ചെയ്ത് എന്ന് വരുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഭവമല്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ വരുന്ന ആയിരക്കണക്കിന് മെമ്പേഴ്സിൽ ഒരാൾ മാത്രമാണ്. എന്നാലാവുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന പ്രവാസി മലയാളികളായ ആളുകളും മറ്റ് നാട്ടിലുള്ള ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരും നല്ല മനസ്സുള്ള കുറേ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള കുറേ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവർക്കൊക്കെ അള്ളാഹു രണ്ട് ലോകത്തും എല്ലാം ഹൈറാക്കി കൊടുക്കട്ടെ, എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെയും നമ്മളെയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ കൈകോർക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനിയും വിവിധ വിവരങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും.